നമസ്കാരം. ഒരു വാർത്ത ചെയ്യുമ്പോൾ അത് എന്തുതരം വാർത്തയാകണമെന്ന് ചിന്തിക്കാറുണ്ട്. ഒരു വാർത്ത കൊണ്ട് ഒരാൾക്കെങ്കിലും ഗുണമോ സഹായമോ ഉണ്ടാകുമെങ്കിൽ ആ വാർത്തയാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് ഉത്തമ ബോധ്യമുണ്ട്. ചികിത്സാ സഹായത്തിനായി സുമനസ്സുകളുടെ കനവും കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ വാർത്തയാണിത്. കൊല്ലം കണ്ണനല്ലൂർ കോട്ടം പഞ്ചായത്തിലെ ചേരിക്കോണം വാർഡിൽ പ്രീതാ മന്ദിരത്തിൽ സംഗീതയാണ് ബ്ലഡ് ക്യാൻസറുമായി മല്ലടിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. കൊല്ലം ജില്ലയിലെ കോട്ടം പഞ്ചായത്തിലെ ചേരിക്കോണം വാർഡിലെ മെമ്പറായ എൻ്റെ പേര് സുനിത എസ്. ഞാനിവിടെ നിൽക്കുന്നത് ഞങ്ങളുടെ വാർഡിലെ പ്രീതാ മന്ദിരത്തിൽ ദിനേശിൻ്റെ മകൾ സംഗീത 17 വയസ്സുള്ള കുട്ടിയുടെ വീട്ടിലാണ്. കുട്ടിക്ക് ഇപ്പോൾ 8 മാസമായിട്ട് ബ്ലഡ് ക്യാൻസർ സ്ഥിരീകരിച്ച് 8 മാസമായി. ഇപ്പോൾ തിരുവനന്തപുരം RCC ട്രീറ്റ്മെൻറ്റിലാണ്. വളരെ ബുദ്ധിമുട്ടുള്ളൊരു കുടുംബമാണ്. അച്ഛന് കൂലിപ്പണിയാണ്, അമ്മ കാഷ്യൂ ഫാക്ടറി വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പം മോളുടെ അസുഖം മൂലം ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. എല്ലാവരുടെയും ഒരു സുമനസ്സോടുകൂടി ഈ കുട്ടിയുടെ ചികിത്സാ സഹായത്തിന് വേണ്ടി എല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മരണത്തിനും ജീവിതത്തിനും ഇടയിലൂടെയുള്ള ഞാണിന്മേൽ കളി നടത്തുന്ന സംഗീതയ്ക്ക് 17 വയസ്സുണ്ട്. 8 മാസം മുമ്പാണ് ബ്ലഡ് ക്യാൻസർ സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരം RCCയിൽ ചികിത്സ. ലക്ഷങ്ങൾ ചിലവ് വരുന്ന ചികിത്സയ്ക്ക് സംഗീതയുടെ മാതാപിതാക്കൾ കഷ്ടപ്പെടുകയാണ്. അച്ഛൻ ജിനീഷ് കൂലിപ്പണിക്കാരനും അമ്മ കശുവണ്ടി ഫാക്ടറിയിൽ ജോലിക്കാരിയുമായിരുന്നു. എന്നാൽ മകളുടെ രോഗം മൂർച്ഛിച്ചതോടെ അമ്മ ജോലി ഉപേക്ഷിച്ച് മകളെ പരിചരിക്കാൻ തുടങ്ങി. കിടപ്പാടമൊഴികെ മറ്റെല്ലാം മകളുടെ ചികിത്സയ്ക്ക് വേണ്ടി വിറ്റു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എൻ്റെ മകളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള സഹായത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ഞങ്ങളെ കൊണ്ട് കഴിയാത്ത രീതിയിലുള്ള ചിലവുകളും മറ്റു ബാധ്യതകളുമാണ് ഞങ്ങൾക്കിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മാസത്തിൽ തന്നെ 2 പ്രാവശ്യം നമ്മളെ കൊണ്ടുപോകണം. അതിൻ്റെ വണ്ടിക്കൂലി, അതിൻ്റെ മരുന്ന് വാങ്ങൽ ഒന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അതിനാലാണ് എല്ലാവരുടെയും മുമ്പിലേക്ക് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളാ കഴിയുന്ന ചെറിയ സഹായം ചെയ്ത് ഞങ്ങളെ സഹായിക്കണം എന്നും അഭ്യർത്ഥിക്കുക. തുടർ ചികിത്സയ്ക്ക് വഴിയില്ലാത്ത അവസ്ഥയിലെത്തിയപ്പോഴാണ് വാർഡ് കൗൺസിലർ സുനിത മുൻകൈയെടുത്ത് സഹായിക്കാനുള്ള ശ്രമം ആരംഭിച്ചത്. മാസത്തിൽ 2 തവണ RCCയിൽ ചികിത്സയ്ക്കെത്തണം. വണ്ടിക്കാശ് പോലുമില്ലാത്ത ഇവർ മകൾക്ക് മരുന്ന് വാങ്ങാൻ നന്നേ കഷ്ടപ്പെടുന്നുണ്ട്. തന്നോടൊപ്പമുള്ള കുട്ടികൾ പഠിക്കാനും ജോലിക്കുമായി പോകുമ്പോൾ വീടിനുള്ളിലെ കട്ടിലിൽ ചുരുണ്ടുകൂടി കിടക്കുകയാണ് സംഗീത. തുടർ ചികിത്സയ്ക്കായുള്ള പണം കണ്ടെത്താൻ ഇനി എന്താണ് വഴിയെന്നറിയാതെ നിൽക്കുന്ന ഈ കുടുംബത്തിനെ സഹായിക്കാൻ മനസ്സുള്ളവർ മുന്നോട്ട് വരണമെന്ന അഭ്യർത്ഥനയാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത്. സഹായിക്കാൻ ആഗ്രഹമുള്ളവർ സംഗീത D, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബ്രാഞ്ച് കണ്ണനല്ലൂർ, അക്കൗണ്ട് നമ്പർ 372879787005, IFSC SBIN 00711221, ഗൂഗിൾ പേ നമ്പർ 9633655471. സുനിതയുടെ രോഗവിവരങ്ങളോ ആ കുടുംബത്തിനെ നേരിട്ട് സഹായിക്കാനോ ആഗ്രഹമുള്ളവർ ഈ നമ്പറുകളിൽ ബന്ധപ്പെടുക. വാർഡ് മെമ്പർ സുനിതയുടെ മൊബൈൽ നമ്പർ 9995221133 അല്ലെങ്കിൽ 7306545608. സുനിതയുടെ അച്ഛൻ ജിനീഷിൻ്റെ മൊബൈൽ നമ്പർ 9633655471. കൊല്ലം ജില്ലയിലെ കൊല്ലം താലൂക്കിലെ തൃക്കോട്ടം പഞ്ചായത്തിലെ ചേരിക്കോണം 6-ാം വാർഡിൽ പ്രീതാ മന്ദിരത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ പേര് S. അനിതദാസ്. ഈ 6-ാം വാർഡിലെ ചേരിക്കോണം വാർഡിലെ മുൻ പഞ്ചായത്ത് മെമ്പറാണ്. ഇത് ശ്രീമതി സുനിത ചേരിക്കോണം വാർഡിലെ പഞ്ചായത്ത് മെമ്പറാണ്. ശ്രീമതി സരിതയുടെയും ദിനേശിൻ്റെയും 2 മക്കളിൽ പെൺമക്കളിൽ ഇളയവളായ സംഗീതയുടെ ചികിത്സാ ധനസഹായവുമായി ബന്ധപ്പെട്ട കാര്യത്തിനാണ് ഞങ്ങളിവിടെ വന്നത്. 8 മാസം മുമ്പ് വയറുവേദനയുമായിട്ട് ബന്ധപ്പെട്ട് ചികിത്സ നടത്തിയപ്പോൾ പരിശോധിച്ചപ്പോൾ അറിയുന്നത് മജ്ജയിൽ ക്യാൻസർ ബാധിച്ചിരിക്കുകയാണ് ഈ പെൺകുട്ടിക്ക്. തിരുവനന്തപുരം RCCയിലെ ചികിത്സയിലാണ്. വളരെ പാവപ്പെട്ട കൂലിപ്പണിക്കാരായ രക്ഷകർത്താക്കളാണ് ഈ കുട്ടിക്കുള്ളത്. ഒരാൾ നിർമ്മാണ മേഖലയിലും കശുവണ്ടി തൊഴിലാളി അമ്മയും മകളെ നോക്കുന്നതിന് വേണ്ടി ജോലി ഉപേക്ഷിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. സുമനസ്സുകളായ കുറച്ച് നാട്ടുകാരുടെയൊക്കെ സഹായത്തിലാണ് നിലവിൽ അവരുടെ ചികിത്സ നടന്നു പോകുന്നത്. ഉള്ള 3 സെന്റ് ഭൂമിയും ഈ ചെറിയ വീടും പണയപ്പെടുത്തിയാണ് ഇപ്പം ചികിത്സയും നടന്നുകൊണ്ടിരിക്കുന്നത്. മുന്നോട്ടുള്ള
അതായത് ഇപ്പോൾ +2 പരീക്ഷ കഴിഞ്ഞു നിൽക്കുകയാണ്. 10ാം സ്റ്റാൻഡേർഡിൽ നല്ല ഉന്നത വിജയം കരസ്ഥമാക്കി വളരെ പ്രതീക്ഷയോടെ പഠിച്ചുകൊണ്ടിരുന്ന ഈ കുട്ടിക്കാണ് ഇങ്ങനത്തെ ദുരവസ്ഥ വന്നത്. ഇതിന് മുന്നോട്ട് പഠിക്കാനുള്ള ആഗ്രഹവും അതെല്ലാം ജഗദീശന്റെ കരുണയിൽ അത് നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള സുമനസ്സുകളുടെ ധനസഹായം കിട്ടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ 2 ദമ്പതികളുടെയും ഇളയ മക്കളായ സംഗീതയ്ക്ക് വേണ്ടി എല്ലാ സുമനസ്സുകളുടെയും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ന്യൂസ് ഡെസ്ക് റൈറ്റ് ന്യൂസ്.